മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഇക്വേഷൻ മോഷനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്സിലറേഷൻ ഗ്രാവിറ്റി ആണ് പഠിച്ചത്. അവിടെ നമ്മൾ നീ എപ്പോഴും ലേറ്റ് ആണല്ലോടാ. ഇന്ന് നിന്നെ ഒരു പട്ടിയിട്ട് ഓടിച്ചാണല്ലേടാ? ശരിയാ സാർ, ഇന്നും എന്നെ ഒരു വൃത്തികെട്ട പട്ടിയിട്ട് ഓടിച്ചായിരുന്നു സാറേ. അതെ, നിന്നെ കാണുമ്പോഴേ പട്ടിക്കും പൂച്ചക്കും ഇട്ട് ഓടിക്കാനൊക്കെ തോന്നും അല്ലേ? തോന്നുന്നു സാറേ, രാവിലെ തന്നെ ചളി അടിക്കുന്നത്. ഞാൻ കേറി ഇരുന്നോട്ടെ. അല്ല, എവിടെ പോകുന്നു? അവിടെ ഞാൻ ഇരിക്കും. അവിടെ നിൽക്കി, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിന് ആൻസർ പറയാൻ നിനക്ക് ക്ലാസ് ചെയ്യാം. ഓക്കെ, ചോദിക്ക് സാറേ, പെട്ടെന്നാവട്ടെ. ഉറപ്പായും പറയും. ഇതിനപ്പുറം ചാടിക്കിടന്നിട്ടാണ് ഞാൻ. അതെനിക്കറിയാം, നീ ഇതിനപ്പുറം ചാടിയിട്ടാണ് പത്തി ഇങ്ങോട്ടേക്ക് വന്നെന്ന് എനിക്കറിയാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചോദിക്കും സാർ. യെസ്. എന്റെ കയ്യിൽ ഒരു ബോളും ഉണ്ട്, ഒരു തൂവലും ഉണ്ട്. ഇത് രണ്ടുപേരെയും ഞാൻ വാക്കത്തിൽ, വാക്കം എന്ന് വെച്ചാ ശൂന്യത, അറിയണ പോലെ പറഞ്ഞല്ലോ. അപ്പൊ ഈ വാക്കത്തിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? താഴോട്ടേക്ക് എടുത്തു. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ആദ്യം ആരായിരിക്കും താഴെ? ക്വസ്റ്റ്യൻ തെറ്റാണോ? അച്ഛന് പോലും ഇതിന്റെ ഉത്തരം കുട്ടുപൂരമായിട്ട് നിങ്ങൾ ജീനിയസ് ആണോ? ഇതിന് വലിയ ജീനിയസ് ഒന്നും ആവണ്ട സാറേ. ആൻസർ പറ. കറക്റ്റ് അല്ല, തെറ്റാണെന്നാ പറഞ്ഞത്. എന്തോന്ന് പറയുന്നത്? എടാ, നീ ഇന്നത്തെ ക്ലാസ് ഉണ്ടായിരുന്നു? ഞാൻ ഇന്നലെ സാറേ, എനിക്ക് എപ്പോഴും അടിക്കുന്ന ഡയലോഗ്, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ അറിയത്തില്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ തലവേദനയായാലും ശ്രദ്ധിച്ചില്ലെന്ന് പറയും. ശരിക്കും എനിക്ക് ഇന്നലെ തലവേദന. എനിക്ക് സംശയം, നീ എങ്ങനെ ഈ 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ച് ഈ +1 എത്തിയത്? അതൊക്കെ സൈലത്തിന്റെ നേരത്തോളായി സാർ. ഇതൊന്നും പക്ഷെ ഇപ്പോൾ നീ പറഞ്ഞ ആൻസർ തെറ്റാണ്. സാർ തെറ്റാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇതിന്റെ ആൻസർ നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിനക്ക് ഇമാജിൻ ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ. ഭയങ്കര. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ എന്ത് ചെയ്യുക, ഒന്ന് ഇമാജിൻ ചെയ്യുക. അപ്പൊ നിനക്ക് മനസ്സിലാവും നീ പറഞ്ഞ ആൻസർ എന്താണ്, തെറ്റാണ്, ശരി ഉത്തരം വേറൊന്നാണ് നിനക്ക് മനസ്സിലാവും. നമുക്ക് നോക്കാം, നമുക്ക് ഇമാജിൻ ചെയ്ത് നോക്കാം അല്ലെ എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? ബുക്ക് ഒന്ന് പിടിക്കും, എന്നാൽ എനിക്ക് സ്വസ്ഥമായിട്ട് ഇമാജിനേഷനകത്തൊരു പവർ എടുത്തോളൂ. പിന്നല്ല, ബുക്ക് ഒന്ന് നോക്കല്ലേ സാറേ? നമുക്ക് കെമിസ്ട്രിയും ഫിസിക്സും കൂടെ കണ്ടുമുട്ടിയോ? അതിനകത്ത് എല്ലാം ഉണ്ടല്ലോ. അതിന്റെ ഓൾ ഇൻ വൺ ബുക്കാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. നമുക്ക് ഇമാജിൻ ചെയ്യാം. ഓക്കെ, കൂടുതൽ നോക്കിയാൽ ശരിയാവില്ല. ഓക്കെ, ശരി. നോക്കിയേ, ശ്രദ്ധിക്കുക. നീ ഒരു വലിയ ഗ്ലാസിന്റെ ബീക്കർ എന്ന് അസ്യൂം ചെയ്തടാ. ബീക്കർ വന്നോ? താണോടാ വലിയ ഗ്ലാസ് ബീക്കർ, ചെറുതല്ലേടാ അത്, വലുത്. വലുത് നീ അസ്യൂം ചെയ്തു. അതിനകത്ത് എന്റെ താഴെയായിട്ടൊരു വാൾവ് നീ കാണുന്നുണ്ടോ? കണ്ടു. ഓക്കെ, ആ വാൾവിൽ നീ എന്ത് ചെയ്യാ, ഒരു വാക്കം പമ്പ് കണക്ട് ചെയ്തേ. എടാ, വാക്കം പമ്പ് കണക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് എയറിനെ മുഴുവൻ സക്ക് ചെയ്ത് പുറത്തു കളഞ്ഞേ. എയർ പോയി, മുഴുവൻ പോയോ? ഇപ്പൊ ഇതിനകത്ത് എന്തുവാ? ഒന്നുമില്ല. ഇതിനെ വിളിക്കുന്ന പേരെന്താ? സോ ഇതാണ് സാർ. അപ്പഴേ ഇതാണ് വാക്കം. ഇങ്ങനെ എനിക്ക് ആൻസർ വരുമല്ലോ. ഇത് അറിയാത്തോണ്ടാണ് ആൻസർ വരായിരുന്നത്. വളരെ ശരിയാണ്. ഓക്കെ, തന്ത്രശാലി. അപ്പൊ ശ്രദ്ധിക്കടാ, ഇനി അതിന്റെ മുകളിലായിട്ട് 2 ആർട്ടിഫിഷ്യൽ ഹാൻഡ് ഇരിപ്പുണ്ട്. യന്ത്രക്കൈ. രണ്ട് യന്ത്രക്കൈ അവിടെ ഇരിപ്പുണ്ട്. അതിനകത്ത് എന്തൊക്കെ ഇരിപ്പുണ്ട്? ഒരു ബോൾ ഇരിപ്പുണ്ട്, ഒരു തൂവൽ ഇരിപ്പുണ്ട്. ഓക്കെ, ഞാൻ സ്വിച്ച് നെക്കാൻ പോവാണ്. വലിയൊരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് നെക്കുമ്പോഴത്തേക്കും ആ യന്ത്രക്കൈയിൽ ഇരിക്കുന്ന ഒരു ബോളും ഒരു തൂവലും താഴോട്ടേക്ക് വീഴാൻ പോവാണേ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആദ്യം ആരാണ് താഴോട്ട് വീണത്? രണ്ടും ഒരുമിച്ചല്ലേ വീണത്? അപ്പൊ നേരത്തെ പറഞ്ഞ ആൻസർ തെറ്റല്ലേ? അപ്പൊ എന്തായിരിക്കും ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്? ഇത്രയും സാറ് പറഞ്ഞ സ്ഥിതിക്ക് കൺക്ലൂഷൻ കൂടി സാറ് പറഞ്ഞു. ഓക്കെ, നമുക്ക് നമ്മുടെ മക്കളോട് ഇതിന്റെ കൺക്ലൂഷൻ എന്ത് ചെയ്യാം, ഒന്ന് പറഞ്ഞു കൊടുക്കാം. എന്താണ് ഇവിടെ സംഭവിച്ചത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ എന്തുകൊണ്ടാണ് എയറിൽ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? സാർ ഒന്ന് പറഞ്ഞു കൊടുത്തത്. എയറിൽ മീൻസ് അവിടെ എയറിന്റെ റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ആ വസ്തുക്കളിൽ ഓരോ വസ്തുക്കളിലും വ്യത്യസ്തമായ റെസിസ്റ്റൻസ് ആയിരിക്കും ആക്ട് ചെയ്യുക. തൂവല് കുറച്ച് കൂടുതലായിരിക്കും. സോ അതുകൊണ്ടാണ് തൂവല് പതുക്കെ പാറി വീഴുന്നത്, ബോൾ പെട്ടെന്ന് തന്നെ വീഴുന്നത്. പക്ഷെ വാക്കത്തിൽ എന്താ സംഭവിക്കുന്നത്? വാക്കത്തിൽ രണ്ടുപേരുടെയും ആക്സിലറേഷൻ സെയിം ആണ്. അതാണ് ആക്സിലറേഷൻ ഗ്രാവിറ്റി. അത് സെയിം ആയത് കൊണ്ടാണ് രണ്ടുപേരും അറ്റ് എ ടൈമിൽ നേരെ താഴോട്ട് വീഴുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഫ്രീ ഫാൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കൈൻഡ് ഓഫ് വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും സാറും സാറും കുട്ടിയായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും മക്കളെ. സോ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. വീഡിയോ മാക്സിമം എല്ലാ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു.